എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രവാചകന്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ 7 വാഗ്ദാനം സ്വർഗം നമുക്ക് നൽകിയിരിക്കുകയാണ്. 34:19 പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു, ശക്തമായ സംരക്ഷണവും നൽകുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ കടാക്ഷം എന്ന് പറയുന്നത്? ലൂക്ക 1:48 അവിടുന്ന് ഇപ്രകാരം പറയുന്നു, തൻ്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് എളിമ, അതായത് താഴ്മ. എളിമയിൽ നിന്നും പടുത്തുയർത്തപ്പെടുന്ന വിജയത്തെ തകർക്കാൻ ഈ ലോകത്തിന് കഴിയുകയില്ല. എല്ലാ വിജയത്തിലും ഇടകലർന്ന് നിൽക്കുന്നത് വിജയവും എളിമയും കൂടെയാണ്. വിജയവും അഹങ്കാരവും കൂടെ ഇടകലർന്ന് നിൽക്കുന്നത് കൊണ്ട് അഹങ്കാരത്തിൽ കെട്ടിപ്പടർത്തുന്ന എല്ലാ വിജയങ്ങളും തക്ഷണം തകർന്നു പോകാനേറെ സാധ്യതയുണ്ട്. എളിമയാകുന്ന ഫൗണ്ടേഷൻ്റെ മേൽ പടുത്തുയർത്തുന്ന വിജയത്തെ തകർക്കുവാൻ ഈ ലോകത്തിന് കഴിയുകയില്ല. അതാണ് മറിയത്തെക്കുറിച്ച് പറയുന്നത്. മറിയം എപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തിയോ അപ്പോൾ മുതൽ ഇനി യുഗാന്ത്യം വരെയും മറിയത്തെ ലോകം ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഞാനും നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ എളിമയോടുകൂടി എന്തൊക്കെ ചെയ്യുന്നോ ആ എളിമയോടുകൂടി ചെയ്യുന്ന എല്ലാ പദ്ധതികളും അതിൻ്റെ പൂർണ്ണതയിൽ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം നൽകുകയാണ് എളിമയിൽ വളർത്തിയെടുക്കാനായിട്ട്, എളിമപ്പെടാനായിട്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 8-9 ഇപ്രകാരമാണ് പറയുന്നത്, മരണം വരെ, അതേ കുരിശുമരണം വരെ അവൻ തന്നെ താഴ്ത്തി, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. എളിമയിലൂടെ നമ്മളൊരു ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞാൽ ആ ശുശ്രൂഷ ലോകം ഏറ്റെടുക്കും. എളിമയിലൂടെ വിധേയപ്പെട്ട് സ്വയം താഴ്ന്നു നിന്നുകൊണ്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ ആ സമൂഹം ആ വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടും. കുരിശുമരണം വരെ തന്നെ താഴ്ത്തിയ യേശുവിൻ്റെ നാമം ലോകം മുഴുവനും നൂറ്റാണ്ടുകളായിട്ട് പ്രഘോഷിക്കപ്പെടുകയാണ്, അനേകരുടെ രക്ഷയ്ക്ക് കാരണമായാണ്. ദൈവസന്നിധിയിൽ മറിയം താഴ്മയോടെ ആയിരുന്നത് കൊണ്ടാണ് ലോകം മുഴുവൻ മറിയത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്. മദർ തെരേസയുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാലും മദർ തെരേസ ദൈവസന്നിധിയിൽ മരണം വരെ താഴ്ത്തിയത് കൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഹൃദയ കവാടങ്ങൾ പോലും കവർന്നെടുത്തത്. ലോകത്തിൻ്റെ അതിരുകൾ പോലും ഒരു സാധാരണ വ്യക്തി സ്വാധീനിക്കപ്പെടുന്നത് ഈ എളിമയിൽ നിന്നാണ്. അഹങ്കാരത്തിൽ ലോകം കീഴടക്കാൻ നോക്കിയ അനേക മനുഷ്യർ നിശേഷം തകർന്നു പോയിട്ടുണ്ട്. ദാനിയേൽ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ എടുക്കുകയാണ്. 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ തുടങ്ങിയ സമയത്ത് ദാനിയേലിന് കുറച്ച് ഞെരുക്കങ്ങൾ കടന്നുപോയെങ്കിലും ഒരിക്കൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദാനിയേൽ 10:12 പറയാണ്, ദാനിയേലേ, നീ ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ദാനിയേലിനോട് പറയുന്നത് എങ്ങനെയാണ്? നീ നിന്റെ ദൈവത്തെ ശരിയായി അറിയുന്നതിന് വേണ്ടി നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു മകള്, ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ സ്വയം ശൂന്യമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോഴാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമായി പ്രകടമാകുന്നത്. സ്നാപക യോഹന്നാൻ പറഞ്ഞത് അത് തന്നെയാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. യേശു നമ്മളെ പഠിപ്പിച്ചത് അത് തന്നെയാണ്, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഈ എളിമയെന്ന പുണ്യത്തിന് വേണ്ടി ഒരു ആയുസ്സോളം മരണം വരെ പ്രയത്നിക്കേണ്ടിയിരിക്കുകയാണ് ഞാനും നിങ്ങളും, ഓരോ ദൈവ പൈതലും. എളിമയുടെ ഓപ്പോസിറ്റ് ആവുന്ന അഹങ്കാരം നമ്മൾ പോലും ശ്രദ്ധിക്കാതെ നമ്മുടെ ജീവിതത്തിൽ പിടികൂടുന്നതാണ്.
എളിമയിലേക്ക് വരണമെങ്കിൽ ബോധപൂർവം നമ്മളൊരു ശ്രമം നടത്തണം. എന്നാൽ വിജയത്തിൽ കലർന്ന അഹങ്കാരത്തെ തകർക്കുവാൻ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരത്തില്ല. നമ്മൾ ശ്രദ്ധിക്കാതെ പോലുമാണ് ഇത്തിക്കണി പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കടന്നു വരുന്നത്. അതായത് അഹങ്കാരം ഉള്ളൊരു മനുഷ്യൻ്റെ അടയാളം പോലും ശേഷിക്കില്ലെന്നാണ് പറയുന്നത്. പ്രഭാഷകൻ 10-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവിടുന്ന് അഹങ്കാരികളുടെ അടയാളങ്ങൾ പോലും ഭൂമിയിൽ നിന്നും തുടച്ച് മാറ്റുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വിലാപം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ചില വചനഭാഗങ്ങളിലൂടെ കടന്നു പോകും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സകല വിജയങ്ങളും നമ്മുടെ സകല അനുഗ്രഹങ്ങളെയും തകർക്കുന്ന ഒരു ഇത്തിൽക്കണിയാണ്. ഇത് നമുക്ക് ശ്രദ്ധിക്കാൻ പോലും പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ ബോധപൂർവം ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, അത് ക്ലിയർ ചെയ്ത് പോകുന്നില്ല എങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നൊരു തലത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റി എന്ന് വരില്ല. അതായത് ഈ അഹങ്കാരം കടന്നു വരുന്നത് നമ്മുടെ ചിന്തയിലൂടെയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നേരത്തെ പറഞ്ഞ 14:12 ഇങ്ങനെയാണ് പറയുന്നത്, ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെയാ ആകാശത്തു നിന്നും വീണത്? ദൈവത്തിൻ്റെ വിലാപം, ദൈവത്തിൻ്റെ നിലവിളി, ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഒരു ദൈവമകനെയും മകളെയും വളർത്താൻ പറ്റാതെ, ഉയർത്താൻ പറ്റാതെ വരുമ്പോൾ അപ്പനായ ദൈവത്തിന് മക്കളായ നമ്മളെ ഓർത്ത് വേദനിക്കേണ്ടി വരുന്നു. ജെറമ്യാ 3:19 പറഞ്ഞില്ലേ, എൻ്റെ മക്കളോടുകൂടെ നിന്നെ പാർപ്പിക്കുവാനും സകല ജനതകളുടെ ഇടയിൽ വെച്ച് ഏറ്റവും ഛേദോകരമായ അവകാശം നിനക്ക് നൽകുവാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ല എന്നും ഞാൻ പ്രതീക്ഷിച്ചു. എന്നുവെച്ചാൽ കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു വ്യക്തിയായി, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് മുമ്പോട്ട് പോകേണ്ട ഒരു ദൈവമകനും മകളായി ഞാനും നിങ്ങളും വളരാതിരിക്കുമ്പോൾ ആ കർത്താവിന് വലിയ വേദനയാണ്. ആ വേദനയിൽ നിന്നും രൂപപ്പെടുന്ന ചില വചനഭാഗങ്ങളാണ്, ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, എങ്ങനെയാ മോനെ നീ ആകാശത്തു നിന്നും വീണത്? ഇത് കേൾക്കുന്ന നിങ്ങളോടും പലരോടും ചിലപ്പോഴൊക്കെ എന്നോടും ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മോനെ എങ്ങനെയാടാ നിൻ്റെ ജീവിതം തകർന്നു പോയത്? സന്തോഷകരമായ കുടുംബജീവിതം കെട്ടിപ്പടുത്തിക്കൊണ്ടുവന്ന കുടുംബം എങ്ങനെ ഒരു നിമിഷം കൊണ്ട് തകർന്നുപോയി? വലിയ സ്വപ്നങ്ങൾ കൊണ്ട് നേടിയെടുത്ത ബിസിനസ് എങ്ങനെയാണ് പെട്ടെന്ന് തകർന്നത്? സമാധാനത്തിൻ്റെ നെറുകയിലായിരുന്ന ഭാര്യ-ഭർത്ത ബന്ധം, മക്കളും എങ്ങനെയാണ് അസ്വസ്ഥതയുടെ നെടുവിലേക്ക് ചെന്ന് പെട്ടത്? മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കോട്ടകെട്ടി നെഞ്ചിനോട് ചേർന്നിരുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ചങ്കിൽ ചവിട്ടിയിട്ട് ഇറങ്ങിപ്പോയത്? അങ്ങനെ നിരവധി തകർച്ചകളുടെ നടുവിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോഴും ദൈവം ചോദിക്കുന്നൊരു ചോദ്യമാണ്, മക്കളെ ഇതെങ്ങനെയാടാ നഷ്ടപ്പെട്ടു പോയത്? അതാണ് യെശയ്യായിലൂടെ നേരത്തെ മുഴങ്ങിക്കേട്ട ആ ശബ്ദം, എങ്ങനെ എന്ന്. എന്നിട്ട് ദൈവം തന്നെ അതിനുള്ള ആൻസർ യെശയ്യാ 14:12 പറയുന്നുണ്ട്. നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും. 5 പ്രാവശ്യം മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം, ഞാൻ അത്യുന്നതനെ പോലെയാകും, ഞാൻ എൻ്റെ സിംഹാസനം നക്ഷത്രങ്ങൾക്കുപരി ഞാൻ സ്ഥാപിക്കും. അങ്ങനെ ഞാൻ എന്ന ശബ്ദം 5 പ്രാവശ്യം മുഴങ്ങിക്കേൾക്കുമ്പോൾ അവസാനം ദൈവം പറയുന്നു, നീ ആകാശത്തു നിന്നും തറയിൽ വെട്ടി വീഴ്ത്തപ്പെട്ടത് നീ അറിഞ്ഞില്ല. ഞാനെന്ന പാപമാണ് ഏറ്റവും വലിയ തിന്മ. ഞാനെന്ന പാപത്തെ കൃപയാൽ കീഴടക്കിയില്ല എങ്കിൽ ഈ ഞാനെന്ന അഹങ്കാരം എന്നെ നിശേഷം എൻ്റെ അടയാളം പോലും ശേഷിക്കാത്ത വിധത്തിൽ തുടച്ചു മാറ്റപ്പെടാൻ ഏറെ സാധ്യതയുണ്ടെന്നാണ് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് ഈ ചിന്തയിലൂടെയാണ് ആദ്യം നമ്മളിലേക്ക് വരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിറച്ച് മാമ്പഴം പിടിക്കുന്ന ചില മാവുകളിലേക്ക് നോക്കിയാൽ ആ മാവിൻ്റെ ഇലകളിൽ ചില ഇത്തിലുകൾ പിടിപെട്ടിട്ടുണ്ട്. ആ ഇത്തിലുകളെ ബോധപൂർവം നമ്മൾ പറിച്ചു മാറ്റിയില്ല എങ്കിൽ ഏറെ താമസിക്കാതെ മാവിൻ്റെ ഊർജം മുഴുവൻ ഊറ്റിയെടുത്ത് മാവിനെ ഉണക്കിക്കളയും. എൻ്റെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നിറച്ച് മാമ്പഴമുള്ള മാവിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെയും കണ്ടിരുന്നു കുറച്ച് ഇത്തിലുകൾ, മുകളിൽ നിൽക്കുന്ന കുറച്ച് ഇത്തിലുകൾ. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇപ്പോൾ ആ മാവ് നിന്നിടം പോലും ഇല്ല എന്നുള്ളതാണ്. മാവിൻ്റെ മരം മുഴുവൻ ശോഷിച്ചു പോയി, അത് വെട്ടിമാറ്റപ്പെടേണ്ടി വന്നു.
ഇതുപോലെയാണ് ഞാനെന്ന ചിന്ത, ഞാനെന്ന ഭാവം. ഞാൻ എൻ്റെ മക്കളെ വളർത്തി, ഞാൻ കഷ്ടപ്പെട്ട് വീട് വെച്ചു, ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കുടുംബത്തെ പടുത്തുയർത്തിക്കൊണ്ട് വന്നു, ഞാൻ കഷ്ടപ്പെട്ട് ഈ സമ്പത്തെല്ലാം നേടിയെടുത്തു. അപ്പം ഞാൻ എന്ന ഭാവം വരുമ്പോൾ അവിടെ ദൈവത്തിന് സ്ഥാനമില്ലാതിരിക്കുകയാണ്. ദൈവത്തിന് നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല, ദൈവത്തിന് നിൻ്റെ ബിസിനസ്സിൽ സ്ഥാനമില്ല, കർത്താവിന് നിൻ്റെ കുടുംബജീവിതത്തിൽ സ്ഥാനമില്ല, കുടുംബ ബന്ധത്തിൽ സ്ഥാനമില്ല. അവിടെ മുഴുവൻ മുഴങ്ങി നിൽക്കുന്നത് ഞാനെന്ന വ്യക്തിയാണ്. ഇത് തിരിച്ചറിഞ്ഞ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ബോധപൂർവം ഞാനെന്ന മനുഷ്യനെ കൃപയാൽ ഇല്ലാതാക്കിയാണ്. കൃപ കൊണ്ട് ഞാനെന്ന വ്യക്തിയെ ഉന്മൂലനം ചെയ്യുകയാണ്. പൗലോസ് ആദ്യം ഉപയോഗിച്ച വാക്കായിരുന്നു ഞാൻ മറ്റെല്ലാവരേക്കാൾ മെച്ചപ്പെട്ടവനാണ്, ഞാൻ ഗമാലിയൻ്റെ പാദങ്ങളിൽ നിന്ന് ശിഷ്യത്വ പരിശീലനം നേടിയ വ്യക്തിയാണ്, ഞാൻ റോമ പൗരനാണ് എന്ന് പൗലോസ് പറയുമ്പോൾ, പിന്നീട് പൗലോസിൻ്റെ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഈ പൗലോസ് പറയാണ്, ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവ കൃപയാലാണ്. പൗലോസിൻ്റെ 14 ലേഖനങ്ങൾ ശരിക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ പൗലോസിൻ്റെ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ തുടങ്ങുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും, പൗലോസിൻ്റെ ലേഖനത്തിൻ്റെ അവസാന ഭാഗം കൊണ്ട് നിർത്തുന്നത് കൃപ എന്നാണ്. 14 ലേഖനത്തിൻ്റെ തുടക്കവും ഒടുക്കവും പൗലോസ് കൃപയെന്ന വാക്ക് ബോധപൂർവം കൂട്ടിച്ചേർക്കുകയാണ്. എന്നിട്ട് പൗലോസിൻ്റെ ലേഖനത്തിൻ്റെ ഉടനീളം ഇടയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ദൈവകൃപ എന്നാണ്. പൗലോസ് ഞാനെന്ന മനുഷ്യനെ ദൈവകൃപയാൽ ഇല്ലാതാക്കിക്കളയാം. ഞാൻ മറ്റുള്ള എല്ലാവരേക്കാൾ അധികമായി അധ്വാനിച്ചു എന്ന് പൗലോസ് പറയുമ്പോഴും ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഒടുവിൽ പൗലോസ് ഒരു വചനം പറയുന്നുണ്ട്, ഞാൻ മതിമറന്ന് അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി പിശാചിൻ്റെ ഒരു ദൂതൻ എന്നെ അലട്ടുന്നതിനൊരു മുള്ള് നൽകപ്പെട്ടു. അപ്പോൾ കർത്താവ് പൗലോസിനോട് പറയാണ്, പൗലോസ്, ആ മുള്ള അവിടെ ഇരുന്നോട്ടെ, നിനക്കെൻ്റെ കൃപ മതി. എഫേസ്യർ 2:8 വ്യക്തമായി പറയുന്നതാണ്, വിശ്വാസം വഴി കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം എളിമയാണ്. എളിമയെന്ന അടിത്തറമേൽ പടുതുയർത്തപ്പെടുന്ന വിജയത്തെ തകർക്കുവാൻ ലോകത്തിന് കഴിയുകയില്ല. എളിമയെന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെടുന്ന വിജയത്തിലേക്ക് ലോകം മുഴുവൻ ആകർഷിക്കപ്പെടും, ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടും. അഹങ്കാരത്തിൽ പടുത്തുയർത്തുന്ന സകല സാമ്രാജ്യങ്ങളും ചീട്ടുകൊട്ടാരം പോലെ നിമിഷങ്ങൾ കൊണ്ട് തകർന്നു പോകുമ്പോൾ നോക്കി നിന്ന് വിലപിക്കുവാനേ കഴിയത്തുള്ളൂ. അനേക ജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന, അനേകരെ പരാജയത്തിലേക്ക് എത്തിക്കുന്ന, അനേകരുടെ അടയാളങ്ങൾ പോലും തുടച്ചു മാറ്റപ്പെടുന്ന മാരകമായൊരു പാപത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്, ഞാനെന്ന അഹങ്കാരമെന്ന പാപം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈശോ എനിക്ക് ഒരു ചിന്ത തന്നത് ഇങ്ങനെയാണ്, എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സുഖമാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടും, ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. അതുപോലെ തന്നെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാലും ദൈവകൃപ. പൗലോസ് 14 ലേഖനങ്ങളിലും കൃപ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദൈവമക്കളും ആയ നമ്മൾ ഓരോരുത്തരും ആരെന്ത് ചോദിച്ചാലും നമുക്കും കൂട്ടിച്ചേർക്കാൻ ഉള്ളതാണ് ദൈവകൃപയാൽ, കർത്താവിൻ്റെ കരുണയാൽ ഞാൻ സുഖമായിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്കാണ് പ്രാധാന്യം, കർത്താവിൻ്റെ കരുണയ്ക്കാണ് പ്രാധാന്യം. അവിടെ എനിക്ക് ഒട്ടും ഒന്നും ഒരു സ്ഥാനമില്ല. ഈശോ പഠിപ്പിച്ച മനോഹരമായൊരു വചനമുണ്ട്, അതെന്നും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. കൃപയിൽ വളരുവാൻ, അനുദിനം ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ വേണ്ടി ഈശോ നമ്മൾക്ക് വ്യക്തമായ ഒരു വചനം പറഞ്ഞത് യോഹന്നാൻ 15:5, എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നന്മയായത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അത് കർത്താവ് നമുക്ക് തരുന്നതാണ്. ആ നന്മ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവിന് മഹത്വം കൊടുക്കുവാനേ സമയമുള്ളൂ. ദാവീദ് ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് 115 സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നത്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ശ്രദ്ധിക്കണം, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ജീവിതത്തിൽ എന്തൊക്കെ നന്മയുണ്ടാകുമ്പോഴും ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ട്
ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലൂടെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മൾ കടന്നു പോകുന്ന വഴികളിലൂടെ, കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ, ചെന്നു കയറുന്ന ഇടങ്ങളിൽ ഇത് പ്രകടമായിക്കൊണ്ടിരിക്കും. നമ്മൾ ആരുടെ അരികിലേക്ക് അങ്ങോട്ട് പോകേണ്ടി വരില്ല, നമ്മുടെ അരികിലേക്ക് ഇങ്ങോട്ട് വരും. ജെറമ്യായിലൂടെ കർത്താവ് പറഞ്ഞില്ലേ, വിലകെട്ടത് പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാവും. നമുക്ക് പിന്നെ ഒരു നാവില്ലെന്നാണ് പറയുന്നത്. നമുക്കൊരു നാവില്ല. എല്ലാം ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ചു, എല്ലാറ്റിനും ദൈവത്തിന് മഹത്വം നൽകി നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മുടെ നാവ് നമ്മുടേതല്ല, നമ്മുടെ ശൈലി നമ്മുടേതല്ല, നമ്മുടേതൊന്നും നമ്മുടേതല്ല, എല്ലാം ഈശോയാണ്. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാം ദാനമായിരിക്കെ ദാനമല്ലാത്ത മട്ടിൽ നീ എന്തിനാ അഹങ്കരിക്കുന്നത്? അതുകൊണ്ട് ഈ മക്കളെയൊക്കെ ഒന്ന് കാണുമ്പോൾ, മക്കളെക്കുറിച്ച് എൻ്റെ കുഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി, ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ വിലകെട്ട വാക്കുകളാണെന്നും കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ദൈവം ഉയർത്തുന്നത് കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു തകർച്ചയും മക്കളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് മക്കളുടെ വളർച്ചയ്ക്കൊത്ത് ദൈവമേ, നീ എൻ്റെ കുഞ്ഞിനെ സംരക്ഷിച്ചു, നീ എൻ്റെ കുഞ്ഞിനെ വളർത്തി, നീ എൻ്റെ കുടുംബം പരിപാലിച്ചു. ബിസിനസ്സിൻ്റെ നെറുകയിൽ, ബിസിനസ്സിൻ്റെ വളർച്ചയിലേക്കുള്ള മുമ്പോട്ട് പോകുമ്പോഴും നമ്മൾ അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ഇത്തിക്കണിയുണ്ട്. അത് ശ്രദ്ധിച്ച് അത് പറിച്ച് കളയണം. ആ മാവിൽ പിടിപെട്ടിരിക്കുന്ന ഇത്തിലി പോലുള്ള ചില പാഴ്വൃക്ഷങ്ങളെ പറിച്ചു മാറ്റിയിട്ട് അതിനെ വളരുവാൻ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ റോള്. ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രഭാഷകൻ 37-ാം അധ്യായത്തിൽ 16 മുതലുള്ള തിരുവചനം പറയുന്നു, ചിന്തയാണ് എല്ലാറ്റിൻ്റെ ആരംഭം, ആലോചനയാണ് അതിൻ്റെ തുടർച്ച. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുകയാണ്. അതിന് 4 ശാഖകളുണ്ട്: നന്മയും തിന്മയും ജീവനും മരണവും. അതിനെ നിയന്ത്രിക്കുന്ന നേതാവാണ് നാവ്. ആ ചിന്തയിൽ വരുമ്പോൾ ആ ചിന്ത നേരെ ഹൃദയത്തിലേക്ക് വരികയാണ്. ഹൃദയത്തിൽ രൂപപ്പെട്ടത് പിന്നെ അധരങ്ങളിലൂടെ വരുന്നുവെന്ന് മാത്രമാണ്. അതാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഹൃദയത്തിൽ എളിമയാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ അധരത്തിലൂടെ എളിമയുടെ വാക്കുകൾ, ശാരീരിക ഭാഷയിലൂടെ എളിമയുടെ ശാരീരിക ഭാഷ പ്രകടമാകാൻ തുടങ്ങും. ഹൃദയത്തിൽ അഹങ്കാരമാണ് വേരൂന്നിയിരിക്കുന്നതെങ്കിൽ അധരത്തിലൂടെ അഹങ്കാരത്തിൻ്റെ വാക്കുകളും ശാരീരിക ഭാഷയിലൂടെ അഹങ്കാരത്തിൻ്റെ രീതിയും ബോഡി ലാംഗ്വേജായി പ്രകടമാവും. അത് നാശത്തിലേക്ക് എത്തിക്കും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 19-ാമത്തെ വാക്യം ആദ്യം പറഞ്ഞത് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ കടാക്ഷമെന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. എളിമ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യമാണ്. എളിമ എന്ന പുണ്യത്തിൽ പടുത്തുയർത്തുന്നതൊന്നും തകർന്നു പോകില്ല, തകർക്കാൻ ആരെയും കൊണ്ടും കഴിയില്ല. അഹങ്കാരം എന്ന ലേബലിലെ പടുത്തുയർത്തപ്പെടുന്ന വിജയങ്ങളെല്ലാം നിശേഷം തകർന്നു പോകും. അതുകൊണ്ട് നമുക്ക് എളിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ മരണം വരെ, അതേ കുരിശുമരണം വരെ തന്നെത്താനെ താഴ്ത്തി. ഈ ലോകം വിട്ടു പോകുന്ന നിമിഷം വരെയും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ഒന്ന് തലകുനിക്കാൻ പറ്റിയാൽ, ഒന്ന് നട്ടല് വളയ്ക്കാൻ പറ്റിയാൽ, ഒന്ന് താഴാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം എത്ര സുന്ദരമായിരിക്കും എന്നറിയോ? നമ്മൾ പറയാറില്ലേ, ഒന്ന് ക്ഷമിച്ചെങ്കിൽ, ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, ചിലതൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അനേക കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോയേനെ. ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമല്ലേ ചില കുടുംബ കോടതി വരെ എത്തിയത്? ഒന്ന് അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ തീരാവുന്ന വിഷയമായിരുന്നു. ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ആ കുടുംബം എത്ര സുന്ദരമാക്കായിരുന്നു, ആ ബന്ധങ്ങൾ എത്ര സുന്ദരമാക്കായിരുന്നു. ഞാൻ എന്ന അഹങ്കാരം ചില പിടികൾ പിടിച്ചു, ചില പിടിവാശികളെടുത്ത് എത്രയോ ജീവിതങ്ങളാണ് തകർന്നു പോയത്, എത്രയോ ഉയർച്ചയാണ് നശിപ്പിച്ചു കളഞ്ഞത്, എത്രയോ വളർച്ചയാണ് മുരടിച്ചു പോയത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും, ഇത് പറയുന്ന എനിക്കും എളിമയെന്ന പുണ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തന്നെ എപ്പോഴും താഴ്ത്തി മറ്റുള്ളവരെ താങ്കളെക്കാൾ ശ്രേഷ്ഠരായി കണ്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ എളിമപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദാനിയേൽ ദൈവത്തെ ശരിയായി അറിയുന്നതിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ചതുപോലെ എളിമയോട് ശുശ്രൂഷ ചെയ്യുവാനും എളിമയോട് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.